ധന്യമീ ജീവിതത്തിൽ പറയണത് എല്ലാ മനുഷ്യരുടെയും കാര്യമാണ്, എന്റെ കാര്യവുമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. എത്ര ദിവസം ഇപ്പൊ ജീവിച്ചു എന്ന് ആരും കണക്ക് വെച്ചിട്ടില്ല. ഇനി എത്ര ദിവസം ഉണ്ട് എന്നുള്ളതും അറിയില്ല. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണു. അനവധി പേർക്ക് പ്രശ്നങ്ങൾ വേണം. വിവാഹം കഴിഞ്ഞു, നല്ല ദാമ്പത്യം ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഒരു നല്ല ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല എന്ന് നേർച്ചയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇതേമാതിരിയുള്ള പുരുഷന്മാരും ഉണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞൊക്കെ ശരി, നിങ്ങൾ സംതൃപ്തമായ ഒരു ജീവിതം ആഗ്രഹിക്കണ്ടില്ല, നമുക്ക് പ്രശ്നം വേണം. ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം. ഒടുവിൽ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും, നിങ്ങൾ വിവാഹം കഴിച്ചതേ തെറ്റാണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയേണ്ടി വന്ന പുരുഷന്മാരുണ്ട്, സ്ത്രീകളും ഉണ്ട്. വിവാഹം എന്ന അച്ചടക്കമുള്ള ഒരു കാര്യത്തോട് ചേർന്ന് നിന്നിട്ട് എനിക്കൊരു നല്ല ജീവിതം കിട്ടണം എന്നുള്ള രീതിയിൽ ജീവിക്കണ്ടേ? ജീവിതത്തിനെ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ചിന്തിച്ചാൽ, ഉത്സവം കാണാൻ വരുന്നവരൊക്കെ ഉത്സവം ആഘോഷിക്കുക. കുറെ പേർക്ക് അവിടെ ഒരു അടി ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് കിടന്നാലേ സമാധാനമുള്ളൂ. അവർക്ക് ഉത്സവം കണ്ടൊന്നും വേണ്ട, അവർ അടി ഉണ്ടാക്കാൻ വന്നവരാ. ജീവിതത്തിൽ അങ്ങനെയുണ്ട്. ഓരോരുത്തർക്ക് മാന്യമായ ജീവിതം നയിക്കണം എന്ന് അവർക്ക് ആഗ്രഹമില്ല. ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കണം, അതും അല്ലെങ്കിൽ ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വീട്ടുകാരും കൂടി പറയണം, പറയണം. എത്ര ക്രൂരമായ വാക്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷിപ്പിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇത് സർവ്വസാധാരണമായിരിക്കെ ഒരാള് ഇങ്ങനത്തെ അനവധി ടെൻഷൻ അയാളുടെ സ്വയംകൃതാനർത്ഥങ്ങളായിരിക്കാം. ഈ അനർത്ഥങ്ങളൊക്കെ അവനവൻ ഉണ്ടാക്കുന്നു. നാം ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നാണ്. അയാള് വൈകുന്നേരം സമുദ്രതീരത്തേക്ക് പോയി. ഇത്തരം ആളുകൾ സമുദ്രതീരത്തേക്കൊന്നും പോയില്ല കേട്ടോ, അത് വേറെ കാര്യം. ഒരു കഥ പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയണമെന്നുള്ളൂ. അവര് എവിടെയെങ്കിലും പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ കച്ചറ ഉണ്ടാക്കാൻ പോവല്ലാതെ ശാന്തി സമാധാനം തേടുന്നവരാണല്ലോ, ആഹ്ലാദം തേടുന്നവരാണല്ലോ സമുദ്രതീരത്തേക്ക് പോകും. അവിടെ പോയി അവർ തിരകനടിക്കുന്നതിൻ്റെ കൂടെ വളരെ ചെറിയൊരു സഞ്ചി, തുണിയുടെ ഒരു ചെറിയൊരു സഞ്ചി, ആ ഒരു സഞ്ചി തിരകനെ നീക്കിയിട്ടു. അപ്പൊ ഇയാൾ എടുത്തപ്പോ തുണിയുടെ ചെറിയ സഞ്ചി, തുണിയുടെ സഞ്ചി ഉണ്ടാക്കും. ചില പെൺകുട്ടികൾ അവരുടെ കല്ലുമാലയൊക്കെ സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് തുണിസഞ്ചി, ചെറിയ സഞ്ചിയായിരിക്കും, കയ്യിൽ ഇങ്ങനെ ഒതുക്കും. അവിടെ ഇരിക്കും. തുറന്നു നോക്കുമ്പോൾ അതിൽ കുറെ കല്ലാണ്. കാരണം സമുദ്രം ആയതുകൊണ്ട് ചുറ്റും ഏതോ കുട്ടികളാരോ അതിനകത്ത് കല്ലിട്ടിട്ട് എങ്ങനെയോ സഞ്ചി കളഞ്ഞതാ. ഒരു കല്ലെടുക്കും, ഇയാളിങ്ങനെ കല്ല് ഇങ്ങനെ ഞൊടിക്കും, ഈ കല്ല് വെള്ളത്തിൽ പോയി വീഴും. ആ വെള്ളത്തിൽ പോയിട്ട് വീഴുന്നു. രണ്ടാമത്തെ കല്ലെടുക്കും, ആ കല്ലിങ്ങനെ അടിക്കും, വെള്ളത്തിൽ പോയി വീഴും. തിര ശക്തിയായിട്ട് വരുന്നത് കൊണ്ട് വെള്ളത്തിൽ പോയി വീഴുന്നൊന്നും കാണാൻ കഴിയില്ല. ഒരു തമാശ. കുറെ കഴിഞ്ഞ് കല്ലൊക്കെ കഴിഞ്ഞു, എണീറ്റ് പോരാൻ തോന്നി. സമയം അസ്തമയമായി.
സഞ്ചിക്ക് നല്ല ഭംഗിയുണ്ട്. ആ സഞ്ചിയുടെ ഭംഗി കൊണ്ട് അതെടുത്ത് പോക്കറ്റിലിട്ടു. ഒരു ചന്തമുള്ള ഒന്നും നമ്മൾ ഉപേക്ഷിക്കുകയില്ല. അതവിടെ വീട്ടിൽ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞു. വീട്ടിൽ ഒരു പരിചയക്കാരൻ വന്നു. വന്ന പരിചയക്കാരൻ ഒരു ചിന്തകനാണ്, തത്വജ്ഞാനിയാണ്. ഇയാളെക്കുറിച്ച് നല്ല മതിപ്പൊന്നുമില്ല. ഇയാൾ പ്രശ്നക്കാരനാണ്, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കണം, അങ്ങനത്തെ ആളാ. അങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ മേശപ്പുറത്ത് ഈ സഞ്ചി ഇരിക്കുന്നു. അയാൾ പറഞ്ഞു, നല്ല ഭംഗിയുണ്ടല്ലോ സഞ്ചിക്ക്. സഞ്ചി തുറന്നു. ഇതിനകത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചു. കുറെ കല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഓരോന്നെടുത്ത് കളഞ്ഞു. കളയാൻ വിട്ടുപോയ ഒരു കല്ലെടുത്തു. ഈ വന്ന ആള് രത്നവ്യാപാരിയാണ്. കോടാനകോടി വിലയുള്ളൊരു കല്ലാനിപ്പോ ബാക്കിയുള്ളത്. ഈ കല്ലിന് ഇത്ര കോടി വിലയുണ്ടല്ലോ എന്ന് ഈ രത്നവ്യാപാരി പറഞ്ഞത് മറ്റാള് പറഞ്ഞു, ദൈവമേ, ഞാൻ എത്ര കല്ലാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതം ഇതേമാതിരി. ഇത്ര രത്നം, ഇനിയിപ്പോ ആ ഒരു കല്ലിന് ഇത്ര വിലയില്ലേ? എത്ര സമയമാണ് അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കളഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യം ടി വിയിലൊക്കെ കേൾക്കാം. അവരാ പറയണത് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടാണ്. ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ അവര് പറഞ്ഞത്. അത് കേട്ടിട്ട് ബാക്കി എല്ലാവരും അതേമാതിരി പറയുക. ഇന്ന രീതിയിൽ പറഞ്ഞാൽ ഗുണം കിട്ടും. ആ ഗുണം കിട്ടുന്നതുകൊണ്ട് പറയല്ലേ. ചിലർ ജീവിതത്തിൽ സംസാരിക്കുന്നത് അവാർഡ് കിട്ടാനാണ് ചിലർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഗുണമുണ്ട് എന്നുള്ളതുകൊണ്ടാ. അല്ലാത്തവരോ സമയം വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്. ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ആയുസിന്റെ സഞ്ചിയിൽ ഇനി ചെറിയൊരു കല്ലാ ബാക്കി. അതിന് ഇത്ര കോടി വിലയുണ്ടെങ്കിൽ എത്ര സമയം വേസ്റ്റാക്കി. ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിന് സമയം അതിക്രമിച്ച ഒരു ടെൻഷനിൽ ആയിരുന്നു. സമയം അതിക്രമിച്ചു. ആ കുട്ടി എവിടേക്കോ പോയി. പിന്നീട് അറിഞ്ഞു ആ കുട്ടി കല്യാണം കഴിഞ്ഞു. ഇതൊരു 13 കൊല്ലം മുമ്പാണ്. 13 കൊല്ലത്തിന് ശേഷം ആ പെൺകുട്ടിയെ കണ്ടു. ആകെ വറീഡാണ്, മനസ്സിൽ പ്രോബ്ലമാണ്, എന്തൊക്കെയോ ടെൻഷനാണ്. കയ്യിൽ ചെറിയൊരു ബാഗിൽ എന്തൊക്കെയോ കടലാസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അന്ന് നമ്മൾ കണ്ടാണ് തുടർന്നുള്ള ജീവിതം. കല്യാണം കഴിഞ്ഞോ? മറുപടി, കല്യാണം കഴിഞ്ഞു. അപ്പൊ അത് കേസില്ല. ഞാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കും. 13 കൊല്ലമായിട്ട് ഇപ്പൊ കേസ് നടത്തുക. കേസോ വഴക്കോ. 13 കൊല്ലം കേസ് ഉണ്ടായി എന്ന് പറയല്ല, ഇപ്പൊ വഴക്കില്ലായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈശ്വര, ഈ 13 കൊല്ലം നാശമായല്ലോ. ഈ കുട്ടി കല്യാണം കഴിക്കാൻ പോയിട്ട് അബദ്ധമായി. അബദ്ധത്തിനാണല്ലോ പോയത്. ജന്മത്തിലെ എത്ര സമയമാണ് വേസ്റ്റ് ആവുക. എന്നാൽ ഇനിയിപ്പോ ഇതിന്നൊരു മോചനം. നമ്മുടെ സമയത്തെ ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? ആവശ്യമില്ലാതെ സമയം എത്ര കോസ്റ്റ്ലി ആണ് എന്ന് പറഞ്ഞല്ലോ. ആ സഞ്ചിയിലെ കല്ലുകളൊക്കെ കളഞ്ഞില്ലേ? ആ ബാക്കി വന്ന ഒരു കല്ലിന് ഇത്ര വിലയാണ്. ഒരു ഓപ്പറേഷൻ നടത്താൻ 35 ലക്ഷം റുപ്യ ചിലവാകും. എന്നാലോ കണ്ണു തുറക്കും. അത് കഴിഞ്ഞാലോ കുറച്ചു കാലം കൂടി നടക്കാം. ചിലപ്പോൾ 6 മാസം ജീവിച്ചിരിക്കാം. ഈ 6 മാസം ജീവിച്ചിരിക്കുമ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങി. പകല് ദൈനംദിന കാര്യങ്ങളായിട്ട് നീങ്ങിപ്പോയി. ബാക്കി എത്ര സമയം കിട്ടും?
കുറച്ച് സമയം. ആ സമയത്തിനല്ലേ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു ജീവിതത്തിൽ. ഇത് കേൾക്കുന്നവര് ചെറുപ്പക്കാരെ ചിന്തിക്കണം. ഏറ്റവും വില കൂടിയ സമയത്തെ നിങ്ങൾ ആ നേരത്തെ വലിയ കല്ലുകൾ എടുത്തിട്ട് കളഞ്ഞ പോലെ കളഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ വയസ്സ് എത്രയായി? 75. ഇനി എത്ര കാലം ഉണ്ടാവും? പരമാവധി എത്ര കാലം? ആ കാലം എന്ത് ചെയ്യും? 80 കഴിഞ്ഞു. ഇനി പരമാവധി എത്ര മുന്നോട്ട് പോകും? ഇല്ല. ഇന്നത്തെ ദിവസം എന്തായിരുന്നു? ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി. ഭാര്യയായിട്ട് ആ വഴക്ക് തീർന്നു. മകൻ വന്നു, മകനായിട്ട് വഴക്കുണ്ടാക്കി. മകൻ ഉള്ളിലുണ്ട്, എത്ര കാലം ഉണ്ടാവുന്നു. എന്തിനാ വഴക്കുണ്ടാക്കണം? കാരണം വഴക്കുണ്ടാക്കുന്നതിലൊരു സുഖം കാണുകയാണ്. ആയുസ്സിലെ സമയമാണ്. ദൈവം നിങ്ങളെ കൊണ്ട് മാത്രം കഴിയുന്ന വലിയൊരു കാര്യത്തിനാണ് നിങ്ങൾക്ക് ആയുസ് തന്നിരിക്കുന്നത്. അത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യം വേറെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ തന്നെ വേണമല്ലോ. അതിനാണ് ഈ ആയുസ് തന്നത്. അതിനെയാണ് വേസ്റ്റ് ആക്കുന്നത്. ആയുസ് വേസ്റ്റ് ആക്കുന്നവരെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? നിനക്ക് മാത്രം കഴിയുന്ന കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക. വേറെ ആൾക്ക് പറ്റില്ല. ആ കാര്യം ചെയ്യൂ. വെറുതെ വഴക്കിട്ടിട്ടും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടും അയൽവാസിയെ ഒരു പാഠം പഠിപ്പിക്കാനും ആയിട്ട് നടക്കുന്നതിന്റെ മുമ്പേ ആദ്യം ചിന്തിക്കൂ, ആയുസ്സിൽ ബാക്കിയുള്ള സമയം എത്ര ഭംഗിയാവാം. അങ്ങനെ ചിന്തിക്കണ്ടേ എന്ന് ആലോചിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.